നമസ്കാരം. ഓവൻ ഇല്ലെങ്കിലും വീട്ടിലത്തെ സ്റ്റൗ ടോപ്പിൽ തന്നെ നമ്മൾ കേക്കും കുക്കീസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നവരാണ് ഇന്ന് ഭൂരിഭാഗം പേരും. അപ്പോൾ നമ്മൾ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മുമ്പ് ബേസിക്കായിട്ട് ബേക്കിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അതുപോലെ യൂസ് ചെയ്യുന്ന ടൂൾസും ഒക്കെ വിശദമായിട്ട് വീഡിയോകൾ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ അത് ഉപകാരപ്പെടും. അപ്പോൾ ആ വീഡിയോകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ സമയം പോലെ അതൊക്കെ ഒന്ന് കണ്ട് നോക്കൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നല്ല അടികട്ടിയുള്ള പാത്രം വേണം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കാൻ. അലുമിനിയം, സ്റ്റീല്, ഇരുമ്പ് അങ്ങനത്തെ ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. കുക്കറിലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അടികട്ടിയുള്ളതാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പാത്രം ചിലപ്പോൾ കരിഞ്ഞു പോകാനോ കേക്ക് കരിഞ്ഞു പോകാനോ ഉള്ള സാധ്യതയുണ്ട്. അലുമിനിയത്തിൽ ബേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബേക്കായി കിട്ടും. സ്റ്റീലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സമയമെടുക്കും. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കഴിവതും ഒഴിവാക്കുകയാണ് നല്ലത്. കാരണം ഇത്ര അധികം നേരം ഇപ്പോൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂറിൻ്റെ അടുത്ത് എന്തായാലും എടുക്കും ഗോതമ്പ് കേക്ക് ബേക്കായി വരാനായിട്ട്. അപ്പോൾ ഇത്ര അധികം നേരം നോൺ സ്റ്റിക്ക് ഹീറ്റ് ചെയ്യുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതാവില്ല. അപ്പോൾ നോൺ സ്റ്റിക്ക് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കുക്കറിൽ ബേക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആ കുക്കറിൻ്റെ ഗാസ്കറ്റും അതുപോലെ തന്നെ കുക്കറിൻ്റെ വിസിലും ഊരിയതിന് ശേഷം വേണം ആ കുക്കറിൽ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഇതുപോലത്തെ കുക്കർ ഉണ്ടാവും, ഗാസ്കറ്റ് ഉള്ളിലുള്ളതും അതുപോലെ തന്നെ ഗാസ്കറ്റ് പുറത്തുള്ളതുമായിട്ടുള്ള കുക്കർ. അപ്പോൾ ഈ ഗാസ്കറ്റ് ഉള്ളിലുള്ള കുക്കറിൻ്റെ ഈ ഗാസ്കറ്റ് ഊരുകയാണെങ്കിൽ ഇതിൽ നിന്ന് നന്നായിട്ട് ആവി പുറത്ത് പോവും. അപ്പം ഞാൻ ഈ കുക്കറിൽ ബേക്ക് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഗാസ്കറ്റ് ഊരാറില്ല. നേരെ മറിച്ച് ഇങ്ങനത്തെ കുക്കറാണെങ്കിൽ ഗാസ്കറ്റ് പുറത്തുള്ളതാണെങ്കിൽ ഊരിയാലും കുഴപ്പമില്ല, നമ്മുടെ ആവിയൊന്നും പുറത്ത് പോവില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഗാസ്കറ്റ് ഊരാനായിട്ട്. ആവി പുറത്ത് പോവുമെങ്കിൽ പിന്നെ ആ കുക്കറിൻ്റെ ഗാസ്കറ്റ് ഊരാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ സാധാരണ ഒരു ചപ്പാത്തിയോ അല്ലെങ്കിൽ ദോശയോ അപ്പമൊക്കെ ചുട്ടെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ പാൻ നന്നായി ചൂടാക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ബേക്ക് ചെയ്യുമ്പോഴും. നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് ഒരു കേക്ക് ബാറ്റർ ഒരു ടിന്നിൽ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ആ പാത്രം നല്ല ചൂടായിട്ടിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് ശരിക്കും പൊന്തി വരുള്ളൂ. ഇങ്ങനെ ചൂടാക്കുന്നതിന് പറയുന്നതാണ് പ്രീ ഹീറ്റിംഗ് എന്നുള്ളത്. നമ്മൾ സാധാരണ ഓവനിൽ ചെയ്യുമ്പോൾ ഓവൻ ആദ്യം ഒന്ന് ചൂടാക്കും, അതിന് ശേഷമാണ് കേക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെയാണ് ഗ്യാസ് സ്റ്റൗവിലും. ഗ്യാസ് സ്റ്റൗവിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഓവൻ എന്ന് പറയുന്നത് ഈ നമ്മളെടുക്കുന്ന കുക്കറോ അല്ലെങ്കിൽ കടായോ ആണ്. അപ്പോൾ അത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കേക്ക് ശരിയായി പൊന്തി വരില്ല. പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് പാത്രം എങ്ങനെയാണ് വയ്ക്കുകയെന്ന് നോക്കാം നമുക്കാദ്യം. അപ്പോൾ ഇതുപോലെ ഒരു കടായി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുക്കറാണ് എടുക്കുന്നതെങ്കിൽ അത് ഏത് പാത്രമാണെങ്കിലും ആദ്യം അത് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് മണൽ അല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. മണലിപ്പോൾ എവിടെയും കിട്ടാനില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കണേ, പൊടിയുപ്പ്. ഇതിപ്പോൾ 1 കപ്പ് ഉപ്പാണുള്ളത്. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ കുക്കറാണെങ്കിൽ കുക്കറിൽ ചേർത്ത് കൊടുക്കുക 1 കപ്പ്. കല്ലുപ്പ് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ ശരിയാവില്ല, അത് ചൂടാക്കുമ്പോൾ കട്ട പിടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പൊടിയുപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം. നമ്മളിത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കിത് റീയൂസ് ചെയ്യാം. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി എടുത്ത് വെച്ച് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ ബേക്ക് ചെയ്യാൻ വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കളയാന്നുള്ളൊരു വിഷമം വേണ്ട ആർക്കും. കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കുക. ഇനി ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കണം. ഇതുപോലത്തെ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള ഏതെങ്കിലും ചെറിയ പ്ലേറ്റോ സ്റ്റീലിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഇഡ്ഡലി തട്ടിലൊക്കെ വരാറുണ്ട് ഹോളുള്ള പ്ലേറ്റുകൾ, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് കൊടുക്കാം. ബൗളോ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നമുക്ക് ഒന്ന് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഹൈറ്റിൽ ഇരുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് നേരിട്ട് ഉപ്പിൽ വെക്കുകയാണെങ്കിൽ ആ ഉപ്പിൻ്റെ ചൂട് കാരണം കേക്ക് നന്നായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി ഹൈറ്റിൽ നമ്മളിത് വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും പാത്രം കമഴ്ത്തി വെച്ചതോ വെച്ച് അടച്ചിട്ട് വേണം, ഈ പാത്രം നന്നായി അടച്ചിട്ട് വേണം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാനായിട്ട്. പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വേണം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട്. ബാറ്ററൊക്കെ തയ്യാറാക്കി പാത്രത്തിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ പാത്രം സ്റ്റൗ ടോപ്പിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഒരു ഫുൾ ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം റെസിപ്പിയിൽ പറയുന്ന ഏത് റെസിപ്പിയാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അത് പറയുന്നതിനനുസരിച്ച് ഫ്ലെയിം കുറയ്ക്കുക. മീഡിയം ആക്കിയിട്ടോ ലോ ആക്കിയിട്ടോ മാറ്റിയതിന് ശേഷം വേണം നമ്മൾ കേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായി പാത്രം അടയ്ക്കണം. ഒരു കാരണവശാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഹീറ്റ് പുറത്ത് പോകാൻ പാടില്ല. ടൈറ്റായിട്ടുള്ള ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക.
അതെല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, തുറന്നു നോക്കാൻ പാടുണ്ടോ എന്നുള്ളത്. നമ്മൾ കുറഞ്ഞത് ഒരു 20 മിനിറ്റെങ്കിലും കഴിയണം, പ്രത്യേകിച്ച് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കും എന്തായാലും ഗോതമ്പ് കേക്ക് ബേക്കായി വരാനായിട്ട്. നമ്മൾ തുറന്ന് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ചൂട് ടെമ്പറേച്ചർ വ്യത്യാസം വരും. അപ്പോൾ ആ കേക്ക് പൊന്താൻ നിൽക്കുമ്പോഴാവും പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങളത് തുറന്ന് നോക്കണേ. അപ്പോൾ ആ കേക്ക് പൊന്തി വരില്ല. അപ്പോൾ ആദ്യത്തെ സമയങ്ങളിൽ നിങ്ങളത് തുറന്ന് നോക്കരുത്. ഒരു 20 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് വേണം നമ്മൾ തുറന്ന് നോക്കാനായിട്ട്. ഇപ്പോൾ കുക്കീസ് ആണെങ്കിൽ അങ്ങനെയല്ല, കുക്കീസ് പെട്ടെന്ന് ആയി കിട്ടും, ഒരു 10-20 മിനിറ്റിൻ്റെ ഉള്ളിൽ ആയി കിട്ടും. അപ്പോൾ കുക്കീസ് ബേക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം ആയിട്ടുണ്ടോ എന്നുള്ളത്. നമ്മൾ സാധാരണ OTGയിൽ ബേക്ക് ചെയ്യുമ്പോൾ മുകളിൽ നിന്നും താഴത്തുനിന്നും ചൂട് കിട്ടും. ഓവനിലാണെങ്കിലും നമുക്ക് എല്ലായിടത്തുനിന്നും ഒരുപോലെയാണ് ചൂട് വരുന്നത്. നേരെ മറിച്ച് നമ്മൾ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുമ്പോൾ അടിയിൽ നിന്ന് മാത്രമാണ് അതിന് ചൂട് വരുന്നത്, മുകളിൽ നിന്ന് ചൂടില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുന്നതും ഓവനിൽ ബേക്ക് ചെയ്യുന്നതിൻ്റെ കളറ് ഭയങ്കര വ്യത്യാസമായിരിക്കും. സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുന്നത് മുകളിൽ കളറ് വരാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ ഞാൻ കോക്കനട്ട് ബൺ ചെയ്തിരുന്നു, അതുപോലെ തന്നെ ബണ്ണ് ചെയ്തിരുന്നു. അതൊക്കെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. അതിൻ്റെ കളറ് ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു നമ്മൾ ഓവനിൽ ചെയ്തതും അതുപോലെ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നതും. അപ്പോൾ നമുക്ക് സ്റ്റൗ ടോപ്പിൽ ചെയ്യുമ്പോൾ കളറ് മുകൾ ഭാഗത്ത് കളറ് വരാനുള്ള സാധ്യത കുറവാണ്. വേവ് ഒക്കെ ചെയ്യും, പക്ഷേ ടോപ്പിൽ കളറ് നമ്മൾ മുകളിൽ നിന്ന് ഹീറ്റ് ഇല്ലാത്തത് കൊണ്ട് കളറ് വരില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റൗ ടോപ്പിൽ കേക്കോ കുക്കീസോ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പുതിയതായിട്ട് ബേക്കിംഗ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.